മധ്യപ്രദേശിലെ കൂർജി എന്ന വില്ലേജിൽ 26 വയസ്സുള്ള ഒരു യുവാവ് കല്യാണം കഴിഞ്ഞ് 2 ദിവസത്തിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു. അവൻ മരിച്ചു എന്ന് പറയാൻ സാധിക്കുകയില്ല. അവനെ ആരോ കൊലപ്പെടുത്തി, അതും ക്രൂരമായ രീതിയിൽ. അവനെ കൊലപ്പെടുത്തിയത് ആര്? അവനെ വിവാഹം ചെയ്ത അവൻ്റെ ഭാര്യയാണോ, അതോ അവൻ്റെ വീട്ടിലുള്ള മറ്റാരെങ്കിലുമാണോ, അല്ലെങ്കിൽ അവനോട് വിദ്വേഷമുള്ള ആരെങ്കിലുമാണോ എന്നുള്ള ത്രില്ലിംഗ് ആയ ഒരു ക്രൈം സ്റ്റോറിയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. എല്ലാവരും അവസാനം വരെയും കാണാൻ ശ്രമിക്കുക, കാരണം അപ്രതീക്ഷിതമായ പല ട്വിസ്റ്റുകളുമുണ്ട്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് 2021 മെയ് മാസം 12-ാം തീയതി മധ്യപ്രദേശിലുള്ള ജബർപൂർ എന്ന സ്ഥലത്ത് 26 വയസ്സുള്ള സോനു പാലിൻ്റെയും 22-കാരിയായ ഗായത്രി പട്ടേലിൻ്റെയും വിവാഹം കഴിഞ്ഞു. ഇവർ രണ്ടുപേരും ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ്. ഇവരുടെ കല്യാണം വളരെ നല്ല രീതിയിൽ നടന്നു. വിവാഹത്തിൽ പങ്കെടുത്ത എല്ലാവരും അവർക്ക് ദീർഘായുസ്സും ആശംസിച്ചു. എന്നാൽ 2 ദിവസത്തിനുള്ളിൽ ഗായത്രി വിധവയാകുമെന്ന് അവർക്കറിയില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷം രാത്രി നവദമ്പതികൾ പരസ്പരം എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞതിനാൽ അവരുടെ ഇടയിലുള്ള അണ്ടർസ്റ്റാൻഡിങ് വളരെ അധികവുമായി. അവരുടെ സ്നേഹം കൂടുകയും ചെയ്തു. അങ്ങനെ അന്ന് രാത്രി കഴിഞ്ഞു. അടുത്ത ദിവസം മെയ് 13-ാം തീയതി ഗായത്രി എഴുന്നേൽക്കുമ്പോൾ അവൾ അറിയാതെ അവളുടെ ഫോൺ താഴെ വീണു. അതുമൂലം ഡിസ്പ്ലേ പൊട്ടിപ്പോകുന്നു. ഈ ഒരു വിഷയം കാരണം ഗായത്രിയുടെ മൈൻഡ് മുഴുവൻ ഡള്ളായിരുന്നു. അതിനാൽ ഭർത്താവ് എഴുന്നേൽക്കുന്നതുവരെ അവൾ കാത്തിരുന്നു. എഴുന്നേറ്റിട്ട് വേണം അവളുടെ ഫോൺ ശരിയാക്കാൻ വേണ്ടി അവനോട് പറയാൻ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് സോനു പട്ടേൽ എഴുന്നേറ്റു. അങ്ങനെ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ ഫോൺ കടയിൽ കൊടുത്ത് ശരിയാക്കി തരാൻ പറഞ്ഞ് അപ്പോൾ അവൻ പറഞ്ഞു, ഇന്ന് കുറച്ച് തിരക്കുണ്ട്, അതിനാൽ ഇന്ന് ശരിയാക്കാൻ സാധിക്കുകയില്ല, നാളെ ശരിയാക്കി തരാമെന്ന് സോനു ഗായത്രിയോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിന് ശേഷം കുളിച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവൻ ജോലിക്ക് പോയി. അങ്ങനെ സോനു പോയതിന് ശേഷം ആ വീട്ടിൽ ഗായത്രി ഒറ്റപ്പെട്ട പോലെയായി. അവൾക്ക് ആകെയുള്ള ഒരു കൂട്ടും ഫോണായിരുന്നു. ഇപ്പോൾ അത് ഇല്ലാതാനും. അവളുടെ മൈൻഡും അസ്വസ്ഥതയായിരുന്നു. അങ്ങനെ അടുത്ത ദിവസം കാലത്താവാൻ വേണ്ടി അവൾ കാത്തിരുന്നു. അങ്ങനെ മെയ് 14-ാം തീയതി എത്തി. അന്നേ ദിവസം സോനു എഴുന്നേറ്റതും ഗായത്രി ഇന്നെങ്കിലും ഫോൺ ശരിയാക്കി തരാൻ പറഞ്ഞു. അങ്ങനെ അവൻ മാക്സിമം 1 അല്ലെങ്കിൽ 2 മണിക്കൂറിനുള്ളിൽ ശരിയാക്കി കൊണ്ടുവരാമെന്നും പറഞ്ഞ് കുളിച്ച് ഭക്ഷണത്തിന് ശേഷം ഒരു 10 മണിക്ക് അവൻ്റെ അച്ഛൻ്റെ ബൈക്ക് എടുത്തുകൊണ്ടാണ് പോകുന്നത്. സോനു പറഞ്ഞതനുസരിച്ച് 12 മണിയാകുമ്പോൾ അവൻ തിരിച്ച് വീട്ടിലെത്തണം. എന്നാൽ അവൻ വൈകുന്നേരം 4 മണിയായിട്ടും എത്തിയില്ല. അങ്ങനെ സോനുവിൻ്റെ സഹോദരൻ്റെ ഫോണിൽ നിന്ന് സോനുവിനെ ഗായത്രി വിളിക്കുമ്പോൾ സോനുവിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഗായത്രി അങ്ങനെ തുടർച്ചയായി വിളിച്ചുകൊണ്ടിരുന്നു. എന്നാൽ എല്ലാ തവണയും സ്വിച്ച് ഓഫ് തന്നെയായിരുന്നു. അങ്ങനെ സമയം കടന്നുപോയി. 6 മണി കഴിഞ്ഞ് 7 മണിയാകുന്നു. സോനു ഇതുവരെ വീട്ടിലെത്തിയില്ല. ഇത് ഗായത്രിയെ ഭയപ്പെടുത്തുകയും അവൾ റൂമിൻ്റെ ഉള്ളിലിരുന്ന് കരയാനും തുടങ്ങി. അത് കണ്ട് സോനുവിൻ്റെ സഹോദരൻ പേടിക്കണ്ട, ഞാൻ പോയി അന്വേഷിക്കാമെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് പോയി. അങ്ങനെ അയൽപ്പക്കത്തെ വീട്ടിലും ബന്ധുക്കളുടെ അടുത്തും സോനുവിനെ തിരഞ്ഞു. എന്നാൽ ഒരിടത്ത് പോലും സോനുവിനെ കണ്ടെത്തിയില്ല. ഇപ്പോൾ സമയം രാത്രി 10 മണിയായി. അവൻ വീട്ടിലേക്ക് വിളിച്ച് സോനു വന്നോ എന്ന് ചോദിച്ചപ്പോൾ സോനു തിരിച്ചെത്തിയില്ല എന്നുള്ള കാര്യം സോനുവിൻ്റെ സഹോദരൻ അറിയുന്നു. ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി സോനുവിനെ കാണാനെന്തെന്ന് പരാതി നൽകി. സോനുവിൻ്റെ സഹോദരൻ സോനുവിനെ കാണാനെന്തെന്ന് പരാതി പറഞ്ഞെങ്കിലും പോലീസ് ഇത് ഗൗരവമായി എടുത്തില്ല. കാരണം കാലത്ത് 10 മണിക്ക് വീട്ടിൽ നിന്ന് പോയവൻ രാത്രി 10 മണിയായിട്ടും വന്നില്ലെന്ന് പറഞ്ഞെങ്കിലും അവൻ കുറച്ച് താമസിച്ച് അല്ലെങ്കിൽ നാളെ കാലത്ത് വീട്ടിൽ തിരിച്ചെത്തുമെന്ന് കരുതി പോലീസ് ഇത് കംപ്ലൈൻ്റായി രജിസ്റ്റർ ചെയ്യാതെ വെറും ഒരു റിപ്പോർട്ടായിട്ട് മാത്രം വാങ്ങി സൂക്ഷിച്ചു. സമയം കടന്നുപോയി. ഇപ്പോൾ മെയ് 15-ാം തീയതി രാവിലെയായി. അപ്പോഴും സോനു വീട്ടിലേക്ക് തിരിച്ചെത്തിയില്ല. അന്ന് രാവിലെ മുഴുവൻ സോനുവിനെ അവൻ്റെ വീട്ടുകാർ എല്ലായിടത്തും അവനെ തിരഞ്ഞു. എന്നാൽ സോനുവിനെ എങ്ങും കണ്ടെത്തിയില്ല. അതിനാൽ അടുത്ത ദിവസം, അതായത് മെയ് 16-ന് സോനുവിൻ്റെ സഹോദരൻ പോലീസ് സ്റ്റേഷനിൽ പിന്നെയും പോയി. കഴിഞ്ഞ ദിവസം തൻ്റെ ചേട്ടനെ കാണാനെന്ന് പരാതി നൽകിയിരുന്നു. ആ പരാതിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് അന്വേഷിച്ചു. അങ്ങനെ അന്വേഷിക്കുമ്പോൾ പോലീസ് ചോദിച്ചത്, ഇതുവരെ അവൻ വീട്ടിൽ വന്നില്ലേ, അടുത്ത ദിവസം അവൻ വീട്ടിൽ വരുമെന്ന് വിചാരിച്ചു, നീയും വരാത്തതിനാൽ ഞങ്ങൾ അത് കാര്യമായി എടുത്തതുമില്ല. അങ്ങനെ പോലീസ് ഈ കേസ് അന്വേഷിക്കാൻ ആരംഭിച്ചു. തുടർന്ന് അന്വേഷിക്കുമ്പോൾ സോനു ജോലി ചെയ്യുന്ന സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് സോനുവിൻ്റെ സഹോദരനോട് പോലീസ് ചോദിച്ചതും അതിന് സോനുവിൻ്റെ അനിയൻ പോലീസിനോട് പറഞ്ഞത്, തൻ്റെ ചേട്ടൻ വളരെ മാന്യനായ ആളാണ്, ആരോടും അങ്ങനെ പകയും വൈരാഗ്യവും കൊണ്ടു നടക്കുന്ന രീതിയില്ലെന്നും പറഞ്ഞു. എല്ലാവരോടും മര്യാദയ്ക്കാണ് പെരുമാറുകയും ചെയ്യാറുള്ളത്. അങ്ങനെ പോലീസ് സോനുവിൻ്റെ വീട്ടിലുള്ള എല്ലാവരെയും ഒന്ന് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചു. ഓരോരുത്തരെയും തനിത്തനിയായി ചോദ്യം ചെയ്യാനും ആരംഭിച്ചു. ചോദ്യം ചെയ്യലിൽ പോലീസിന് സംശയം തോന്നുന്ന ഒന്നും കണ്ടെത്താനായില്ല. എങ്ങനെ ഈ കേസായിട്ട് മുൻപോട്ട് പോകുമെന്ന് ചിന്തിച്ചു നിൽക്കുമ്പോഴാണ് സോനുവിൻ്റെ ഭാര്യയെ പോലീസിൻ്റെ കണ്ണിൽപ്പെടുന്നത്. അങ്ങനെ സോനുവിൻ്റെ അനിയൻ
അനിയനെ വിളിച്ചിട്ട് നിന്റെ ചേട്ടൻ്റെ കല്യാണം എപ്പോഴാണ് കഴിഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ അനിയൻ പറഞ്ഞു, കല്യാണം കഴിഞ്ഞ് 2 ദിവസത്തിനകം ചേട്ടനെ കാണാതായി എന്ന് പറഞ്ഞു. ഇങ്ങനെ അവൻ പറഞ്ഞതിനാൽ സോനുവിൻ്റെ ഭാര്യയുടെ മേൽ ഒരു സംശയവും ഉണ്ടാകുന്നു. അങ്ങനെ സോനുവിൻ്റെ ഭാര്യയെ ഒന്നുകൂടി ചോദ്യം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നു. ഒരു വനിതാ പോലീസ് വന്ന് സോനുവിൻ്റെ ഭാര്യയെ ഗായത്രിയുടെ അടുത്ത് ചെന്നിട്ട്, നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 2 ദിവസമല്ലേ ആയുള്ളൂ, ഈ 2 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ എന്ന് ചോദിച്ചപ്പോൾ ഗായത്രി പരിഭ്രമിക്കുന്നത് പോലീസ് ശ്രദ്ധിച്ചു. അവൾ എന്തോ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പോലീസ് ചിന്തിച്ചു. അങ്ങനെ അവളോട് പോലീസ് സത്യം പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും, അതിനാൽ അന്ന് എന്താണ് സംഭവിച്ചതെന്ന് സത്യം പറയാൻ പോലീസ് കുറച്ച് കടുപ്പത്തിൽ ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പോൾ തന്നെ ഗായത്രി, മേഡം കല്യാണം കഴിഞ്ഞ് അടുത്ത ദിവസം മെയ് 13-ാം തീയതി രാത്രി ഞങ്ങൾക്കിടയിൽ ഒരു വലിയ വഴക്കുണ്ടായി എന്നും ഗായത്രി പറഞ്ഞു. ആ വഴക്കിന് കാരണം എന്താണെന്ന് പോലീസ് ചോദിച്ചപ്പോൾ ആ വഴക്കിന് കാരണം മധു എന്ന ഒരു പെൺകുട്ടിയാണെന്ന് മറുപടി പറഞ്ഞു. അങ്ങനെ പോലീസ് മധുവിനെ കുറിച്ച് കൂടുതൽ ഗായത്രിയോട് ചോദിച്ചപ്പോൾ ആ പെണ്ണ് എൻ്റെ ഭർത്താവായ സോനുവിൻ്റെ സഹോദരിയുടെ ഭർത്താവിൻ്റെ അനുജിത്തിയാണെന്ന് പറഞ്ഞു. അന്നേരം പോലീസ് മധുവിനാൽ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ ഗായത്രി, മേഡം കല്യാണത്തിന് മുമ്പ് എനിക്ക് ഈ കാര്യം അറിയില്ലായിരുന്നു. മധുവും സോനും പ്രണയത്തിലായിരുന്നു. ഈ കാര്യം അവർ എന്നോട് പറഞ്ഞിരുന്നില്ല. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് മെയ് 13-ാം തീയതി മധു ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നും, എന്നാൽ ശരി ഇപ്പോൾ നിങ്ങൾ കല്യാണം കഴിഞ്ഞു, ഞാൻ നിന്റെ വഴിയിൽ വരില്ലെന്നും അതുപോലെ അവൻ എൻ്റെ അടുത്തേക്ക് വരരുതെന്നും പറഞ്ഞിട്ട് പോയി. അന്ന് രാത്രി ഞാൻ എൻ്റെ ഭർത്താവിനോട് മധുവിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവൻ വല്ലാതെ ടെൻഷനായി. അതിനുശേഷം എന്നെ ശകാരിച്ചു. കുറച്ച് കഴിഞ്ഞ് സോനു പറഞ്ഞു അവർ തമ്മിൽ നേരത്തെ പരസ്പരം സ്നേഹത്തിലായിരുന്നു. തൻ്റെ വിവാഹം കഴിഞ്ഞതുപോലെ അവളുടെ കല്യാണ ഡേറ്റും ഉറപ്പിച്ചിരുന്നു. അതുകൂടാതെ എനിക്കും അവൾക്കും ഇടയിൽ ഇപ്പോൾ ഒന്നുമില്ലെന്നും ഇപ്പോൾ എൻ്റെ പങ്കാളി നീയാണെന്നും പറഞ്ഞ് ഗായത്രിയെ സമാധാനിപ്പിച്ചു. അങ്ങനെ അവരുടെ ജീവിതം സമാധാനത്തോടെ പോകുമെന്ന് വിചാരിച്ചു. അന്ന് രാത്രി സമാധാനത്തോടെ ഉറങ്ങി. പിറ്റേന്ന് രാവിലെ എൻ്റെ ഫോൺ നന്നാക്കാൻ വേണ്ടി കടയിലേക്ക് പോയി. എന്നാൽ അങ്ങനെ പോയവൻ പിന്നീട് തിരിച്ചു വന്നില്ലെന്ന് പോലീസിനോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഗായത്രി പോലീസിൻ്റെ അടുത്ത് നിന്ന് പോയതിനു ശേഷം പോലീസ് മധുവിനെ വിളിച്ച് ചോദ്യം ചെയ്തു. അങ്ങനെ ചോദ്യം ചെയ്തപ്പോൾ നിനക്കും സോനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നായിരുന്നു ആദ്യം ചോദിച്ചത്. അപ്പോൾ അവൾ പറഞ്ഞു, ഉവ്വ, സോനു കല്യാണം നടക്കുന്നതിന് മുമ്പ് ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. എന്നാൽ ഇപ്പോൾ സോനു കല്യാണം കഴിഞ്ഞതിനാൽ ഞങ്ങൾ കാണാറില്ലെന്നും സിമ്പിളായി പറഞ്ഞു. സോനുവിനെ കാണാതായി പോയതിനെ കുറിച്ച് എന്തെങ്കിലും അറിയുമോ എന്ന് മധുവിനോട് ചോദിച്ചപ്പോൾ മധു പറഞ്ഞത്, എൻ്റെ ഫാമിലിയും അവൻ്റെ ഫാമിലിയും വളരെ അടുപ്പത്തിലുള്ളതിനാൽ അവനെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചായിരുന്നു തിരഞ്ഞതെന്നും അവൻ എവിടെയാണ് പോയതെന്ന് തനിക്കറിയില്ലെന്നും പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിനെ തുടർന്ന് മധുവിൻ്റെ സൈഡിൽ നിന്ന് ഒരു തെറ്റുമില്ലെന്ന് വിചാരിച്ച് മധുവിനെ അവിടെ നിന്ന് വിട്ടു. അങ്ങനെ പോലീസ് സോനുവിനെ കണ്ടെത്തുന്നതിനായി എല്ലായിടത്തും തിരച്ചിൽ നടത്തി. എന്നാൽ എന്തൊക്കെ ചെയ്തിട്ടും സോനുവിനെ കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. മെയ് മാസം 24-ാം തീയതിയായി. അതായത് സോനുവിനെ കാണാതായിട്ട് 10 ദിവസമായി. ഹർഗർ എന്ന ഒരു ഫോറസ്റ്റ് ഏരിയയിൽ ഒരു ബൈക്ക് തകർന്നു കിടക്കുന്നത് പോലീസ് കണ്ടെത്തി. അത് അറിഞ്ഞ ഉടനെ പോലീസ് സോനുവിൻ്റെ അനിയനെ വിവരം അറിയിച്ചു. അവൻ വന്ന് പരിശോധിക്കുമ്പോൾ അത് അവൻ്റെ അച്ഛൻ്റെ ബൈക്കാണെന്ന് കണ്ടെത്തി. അങ്ങനെ പോലീസ് അവനോട് ബൈക്കിൻ്റെ സമീപത്ത് നിന്ന് ഒരു മൃതദേഹം കണ്ടുകിട്ടി. ആ മൃതദേഹം സോനുവിൻ്റെ ആണോ എന്ന് നോക്കാൻ പറഞ്ഞു. സോനുവിൻ്റെ അനിയൻ ഭയത്താൽ മൃതദേഹത്തിൻ്റെ അടുത്ത് വന്ന് നോക്കിയപ്പോൾ ബോഡിയുടെ മുഖം വ്യക്തമല്ലായിരുന്നു. എന്നാലും ശരീരത്തിൻ്റെ ഘടനയിൽ നിന്നും അതിന് സമീപത്ത് കണ്ട വസ്ത്രങ്ങളും കണ്ട് സോനുവിൻ്റെ സഹോദരൻ കരയാൻ തുടങ്ങി. അങ്ങനെ ഇത് സോനുവാണെന്ന് മനസ്സിലാക്കിയ പോലീസ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. അതുകൂടാതെ ശരീരത്തിൽ ആഴത്തിലുള്ള മുറിവുകളും ഉണ്ടായിരുന്നു. അങ്ങനെ പോലീസ് ഒന്നുകൂടി വിശദമായി പരിശോധിച്ചപ്പോൾ സോനുവിൻ്റെ കൈകാലുകൾ കയർ ഉപയോഗിച്ച് മുറുക്കിക്കെട്ടിയതിൻ്റെ പാടുകൾ ഉള്ളതായി ശ്രദ്ധയിൽപ്പെട്ടു. അതുകൂടാതെ കഴുത്തിലും കയർ ഉപയോഗിച്ച് ഞെരിച്ച് കൊലപ്പെടുത്തിയതിൻ്റെ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു. അതുപോലെ കഴുത്തിന് ചുറ്റും കയറിൻ്റെ കഷ്ണവും ഉണ്ടായിരുന്നു. സോനുവിൻ്റെ മുഖം തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി കല്ല് വച്ച് അവർ മുഖത്തടിച്ചിരിക്കുന്നു. മൃതദേഹത്തിന് സമീപത്തായി അവൻ്റെ വസ്ത്രങ്ങളും ഉണ്ടായിരുന്നു. ഈ കൊലപാതകത്തിന് പിന്നിൽ എന്തായാലും ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് വിചാരിച്ചു. സോനുവിന് എന്തെങ്കിലും തരത്തിൽ ശത്രുക്കളുണ്ടെന്ന് പോലീസ് പിന്നെയും അന്വേഷിക്കാൻ ആരംഭിച്ചു. സോനുവിൻ്റെ ഫോൺ അവൻ കാണാതായ നാൾ മുതൽ സ്വിച്ച് ഓഫ് ആയിരുന്നതിനാൽ മൃതദേഹം കിട്ടിയ സ്ഥലത്തു നിന്നും ഫോൺ ലഭിച്ചില്ല. അങ്ങനെയായതിനാൽ ഒരു പക്ഷേ അവൻ്റെ ഫോൺ സോനുവിനെ കൊലപ്പെടുത്തിയ ആൾ എടുത്തുകൊണ്ട് പോയിരിക്കാമെന്ന് വിചാരിച്ചു. തുടർന്ന് ഫോൺ ട്രാക്ക് ചെയ്ത് നോക്കിയപ്പോൾ സോനുവിനെ കാണാതായ നാൾ മുതൽ സ്വിച്ച് ഓഫ് ആയിരുന്ന ഫോൺ ഇന്ന് വരെ സ്വിച്ച് ഓൺ ആക്കിയിട്ടില്ല താനും. പോലീസ് ഇങ്ങനെയെല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വരുന്നത്. ആ റിപ്പോർട്ടിൽ
പറയുന്നത് സോനുവിനെ കാണാതാവുന്ന അതേ ദിവസം, അതായത് മെയ് 14-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്കും 3 മണിക്കും ഇടയ്ക്കാണ് സോനു കൊലപ്പെട്ടിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടും വരുന്നത്. അങ്ങനെ പോലീസ് അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആകുന്നതിന് മുമ്പ് ആരൊക്കെയാണ് വിളിച്ചതെന്ന് സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ എടുത്തു നോക്കുമ്പോൾ സോനു മരിക്കുന്നതിന് മുമ്പ് 10 മുതൽ 15 തവണ വരെ സോനു ഒരേ നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ട്. ആ നമ്പറിൻ്റെ ഓണറുടെ പേരാണ് മധു, അതായത് സോനുവിൻ്റെ മുൻ കാമുകി. അങ്ങനെ അതേക്കുറിച്ച് അന്വേഷിക്കുന്നതിനായിട്ട് പിന്നെയും മധുവിനെ പോലീസ് ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചു. ആ സമയത്ത് മധുവിൻ്റെ മുഖത്ത് ഭയവും ഉണ്ടായിരുന്നു. അത് പോലീസ് ശ്രദ്ധിച്ചു. എന്നാലും എന്താണ് സംഭവിച്ചതെന്ന് അറിയുന്നതിനായിട്ട് അവളെ പിന്നെയും ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. അങ്ങനെ അവളോട് നിനക്കും സോനുവും തമ്മിൽ എന്താണ് പ്രശ്നമെന്ന് സത്യം പറയാൻ പറഞ്ഞു, അല്ലെങ്കിൽ നീ നേരിടാൻ പോകുന്നത് വളരെ വലിയ കാര്യങ്ങളായിരിക്കുമെന്ന് പോലീസ് അവളോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ മധു പറഞ്ഞു, എനിക്കും അവനും ഇപ്പോൾ ഒന്നുമില്ലെന്നും സോനു വിവാഹശേഷം തങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് മധു പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ പോലീസ് മധുവിന് ഒരു വോയിസ് റെക്കോർഡ് എടുത്ത് കാണിച്ചു കൊടുത്തു. അതിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നെങ്കിൽ അവനെ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ അവൻ്റെ ലൈഫ് നശിപ്പിക്കും എന്നുള്ള വോയിസ് മെസ്സേജ് ആയിരുന്നു പോലീസ് മധുവിൻ്റെ ഫോണിൽ നിന്ന് എടുത്ത് കാണിച്ചു കൊടുത്തത്. എന്നിട്ട് പോലീസ് പറഞ്ഞു, നീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളായിട്ട് കണ്ടെത്തിയാൽ നിനക്ക് വലിയ ശിക്ഷയായിരിക്കും കിട്ടാൻ പോകുന്നത്. അല്ലെങ്കിൽ നീ ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ചെറിയ ശിക്ഷ വാങ്ങിത്തരാൻ ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞു. അതിന് മധു ഉടനെ എനിക്കും അവനും പ്രശ്നമുണ്ടായിരുന്നത് സത്യമാണ്, എന്നാൽ അവനെ കൊല ചെയ്യാനുള്ള പ്രശ്നമില്ലെന്ന് പെട്ടെന്ന് പറഞ്ഞു. അതിന് പോലീസ് പറഞ്ഞു, ഞങ്ങൾ കൊലയെപ്പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ, പിന്നെ എന്തിനാണ് നീ കൊലയെക്കുറിച്ച് പറയുന്നതെന്ന് ചോദിച്ചു. എന്താണ് നടന്നതെന്ന് സത്യം പറയാൻ പറഞ്ഞ് അവളെ വിരട്ടി. ആ വിരട്ടലിൽ അവൾ ഭയന്നു. അവൾ സത്യം പറയാൻ തുടങ്ങി. മധുവിൻ്റെ സഹോദരനും സോനുവിൻ്റെ സഹോദരിയും 2019 വിവാഹിതരായി. അങ്ങനെ അവരുടെ വിവാഹത്തിന് ശേഷം അവരുടെ 2 കുടുംബങ്ങളും അടുത്തു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സോനു അവൻ്റെ സഹോദരിയെ കാണുന്നതിനായിട്ട് മധുവിൻ്റെ വീട്ടിൽ വരാറുണ്ടായിരുന്നു. അങ്ങനെ സോനുവിൻ്റെ സഹോദരിയോട് സംസാരിക്കുന്നതിനിടയ്ക്ക് മധുവായിട്ടും കമ്പനിയായി. മധുവിനെ കാണാനും സുന്ദരിയായിരുന്നു. തുടക്കത്തിൽ അത് കളിയായിട്ടുള്ള സംഭാഷണങ്ങളായിരുന്നു. നാളുകൾക്ക് ശേഷം അതൊരു ഇഷ്ടത്തിലേക്ക് കടന്നു. അങ്ങനെ അതൊരു ആഴത്തിലുള്ള പ്രണയത്തിലായി. അങ്ങനെ ഒരു നാൾ മധു സോനുവിൻ്റെ വീട്ടിലേക്ക് വന്നു. ആ വന്ന സമയത്ത് കൊറോണ ലോക്ക്ഡൗണും ആയി. അങ്ങനെ ലോക്ക്ഡൗൺ ആയ സമയത്ത് വേറെ വഴിയില്ലാതെ മധുവും സോനുവും വീട്ടിൽ തങ്ങേണ്ടി വന്നു. ആ സമയത്ത് സോനുവിൻ്റെ സഹോദരിയും കുടുംബവും എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു. എന്നാലും സോനുവും മധുവും പ്രണയത്തിലായതിനാൽ അവർ ഒറ്റയ്ക്ക് ചിലവഴിക്കാൻ വേണ്ടി കാത്തിരുന്നു. അങ്ങനെ ഒരു ദിവസം അവരുടെ വീട്ടിലുള്ള എല്ലാവരും വെളിയിൽ പോയപ്പോൾ അവർ ഒറ്റയ്ക്കായി. അങ്ങനെ അവർ പലതവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഈ കാര്യം 2 പേരുടെയും ഫാമിലി അറിയാൻ ഇടയായി. ഈ കാര്യം പുറത്തുള്ളവർ അറിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് ചീത്തപ്പേരാകുമെന്ന് പറഞ്ഞ് 2 പേരെയും തനിയെ വിവാഹം കഴിപ്പിച്ചു വിടുവാനും തീരുമാനിച്ചു. സോനുവിന് ഒരു വധുവിനെയും മധുവിന് വേറൊരു വരനെയും കണ്ടുപിടിച്ചു. ഈ കാര്യം സോനുവിനും മധുവിനും ഇഷ്ടമായിരുന്നില്ല. അങ്ങനെ അവർക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാൻ സാധിക്കാത്തതിനാൽ അവർ ഫോണിലൂടെ സംസാരം തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ അവരുടെ പ്രണയം ഒന്നുകൂടെ ആഴത്തിലാവുകയാണ് ചെയ്തത്. അങ്ങനെ അവർ 2 പേരും കൂടി ഖർഗർ വനത്തിൽ പോയി ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടായിരുന്നു. അതായത് സോനുവിൻ്റെ മൃതദേഹം കിട്ടിയ അതേ കാട്ടിൽ വച്ചായിരുന്നു അവർ ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ളത്. അങ്ങനെ ഈ കാര്യം മധുവിൻ്റെ വീട്ടിൽ അറിഞ്ഞു. തുടർന്ന് മധുവിനെ അടിക്കുകയും വീട്ടു തടങ്കലാക്കുകയും ചെയ്തു. അങ്ങനെ അവളുടെ കല്യാണത്തിനായി ഒരുവനെ കണ്ടെത്തി ഡേറ്റും ഉറപ്പിച്ചു. അങ്ങനെ മധു വീട്ടു തടങ്കലായതിനാൽ സോനു വളരെയധികം ദേഷ്യത്തിലായി. അങ്ങനെ അവർ കണ്ടുമുട്ടതിനായി മധുവിനോട് വെളിയിൽ വരാൻ പറഞ്ഞ് സോനു മെസ്സേജ് അയച്ചു കൊണ്ടിരുന്നു. മധു പുറത്തു വരാത്തതിനെ തുടർന്ന് സോനു ഒരു വീഡിയോ ക്ലിപ്പ് അയച്ചു കൊടുത്തു. അത് കണ്ടതും മധു ഷോക്കായി. ആ വീഡിയോ വേറൊന്നുമല്ല, ഇവർ ഒരുമിച്ചുള്ള സ്വകാര്യ ദൃശ്യങ്ങളുടെ വീഡിയോ ആയിരുന്നു അത്. അങ്ങനെ അയച്ചു കൊടുത്തതിന് ശേഷം ഞാൻ വിളിക്കുമ്പോൾ നീ വന്നില്ലെങ്കിൽ ഈ വീഡിയോ ഞാൻ പുറത്തുവിടുമെന്നും അവളുടെ ജീവിതം എന്നേക്കുമായി നശിപ്പിക്കുമെന്നും അവൻ ഭീഷണിപ്പെടുത്തി. അങ്ങനെ ഭീഷണിപ്പെടുത്തിയതിനാൽ സോനു എപ്പോൾ വിളിച്ചാലും മധുവിന് പോകേണ്ട അവസ്ഥയിലായി. ഈ സാഹചര്യത്തിലായിരുന്നു സോനുവിനും ഗായത്രിക്കും തമ്മിൽ വിവാഹം നടക്കുന്നതും. കല്യാണം കഴിഞ്ഞതിന് ശേഷവും സോനു മധുവിനെ വെറുതെ വിടാതെയിരുന്നു. കല്യാണം കഴിഞ്ഞ് അടുത്ത ദിവസം മധുവിന് മെസ്സേജ് അയച്ചു. ലാസ്റ്റായിട്ട് നമുക്ക് തനിയെ കാണണം, നീ എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചു. ഈ ഒരു കാര്യം മധുവിനെ ദേഷ്യത്തിലാക്കി. ആ ദേഷ്യത്തിലായിരുന്നു മധു സോനുവിൻ്റെ വീട്ടിൽ പോയി ഗായത്രിയുടെ അടുത്തായിട്ട്, നിന്റെ ഭർത്താവും ഞാനുമായിട്ട് മുൻപ് പ്രണയത്തിലായിരുന്നു, ഇപ്പോൾ ഞാൻ അവൻ്റെ വഴിക്ക് വരികയില്ലെന്നും
അവൻ എൻ്റെ വഴിക്ക് വരുതെന്നും പറയുന്നത്. അങ്ങനെ പറഞ്ഞതിന് ശേഷവും അടുത്ത ദിവസം പലതവണ എന്നെ വിളിച്ചു. അവൻ എന്നെ കാണണമെന്നും കാണാൻ വന്നില്ലെങ്കിൽ വീഡിയോ പുറത്തുവിടുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ആ ഭീഷണിയെ ഭയന്ന് അവൾക്ക് വേറെ വഴിയില്ലാതെ ഇന്ന് നമുക്ക് കാണാമെന്നും പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ അവനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണമെന്ന് വിചാരിച്ചാണ് അവൾ അത് സമ്മതം പറഞ്ഞത്. കാരണം അവൻ്റെ കല്യാണം കഴിഞ്ഞു, അവളുടെ വിവാഹവും അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ അവൻ ഈ വീഡിയോ വച്ച് എത്ര കാലം ഭീഷണിപ്പെടുത്തുമെന്ന് അറിയുക കൂടിയില്ല. അങ്ങനെ ഭീഷണിക്ക് വഴങ്ങി അവൻ്റെ കൂടെ പോകാൻ സാധിക്കുകയില്ലെന്ന് വിചാരിച്ച് അവനെ കൊലപ്പെടുത്താമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് അവനോട് ഹർഗർ ഫോറസ്റ്റിലേക്ക് വരാൻ പറയുന്നത്. അവൻ അവിടെ വന്നപ്പോൾ അവളുടെ കൂടെ അവൻ്റെ അമ്മാവൻ്റെ മകൾ കൂടി ഉണ്ടായിരുന്നു. അവളോട് ബൈക്കിൻ്റെ അടുത്തായിട്ട് റോഡ് സൈഡിൽ തന്നെ നിൽക്കാൻ പറഞ്ഞിട്ട് ഞാനും അവനോടും കൂടി വനത്തിനുള്ളിലേക്ക് പോയി. വനത്തിനുള്ളിൽ എത്തിയപ്പോൾ എൻ്റെ ബാഗിൽ നിന്ന് കയറെടുത്തപ്പോൾ സോനു ചോദിച്ചു എന്തിനാണ് കയറെല്ലാം എടുക്കുന്നതെന്ന്. അന്നേരം അവൾ ചിരിച്ചുകൊണ്ട് റൊമാൻറ്റിക്കായിട്ട് ഇന്ന് കൈകാലുകൾ കെട്ടിയിട്ട് അതിനുശേഷം കണ്ണും കെട്ടിയിട്ട് നമുക്ക് റിലേഷൻഷിപ്പിൽ ആവാമെന്നും പറഞ്ഞു. അവൻ്റെ കൈകാലുകൾ കെട്ടിയപ്പോൾ തന്നെ അടുത്തുനിന്ന് ഒരു കല്ലെടുത്ത് അവൻ്റെ തലയിൽ അടിച്ചു. അടി കൊണ്ട് സോനു കരയാൻ തുടങ്ങി. അപ്പോൾ വായിൽ തുണി തിരുകി ആ കല്ലുകൊണ്ട് അവളുടെ പക തീരുന്നതുവരെ അവനെ അടിച്ചു കൊന്നു. അവൻ മരിച്ചതിന് ശേഷം അവൾ കയറും ഫോണും വീട്ടിലേക്ക് കൊണ്ടുപോയി കത്തിക്കുകയും ആ ചാരം വലിച്ചെറിയുകയും ചെയ്തു. അതിനുശേഷം അവളും അവളുടെ അമ്മാവൻ്റെ മകളും കൂടി മലയുടെ മുകളിലേക്ക് ബൈക്ക് കൊണ്ടുപോയി താഴേക്ക് തള്ളിയിട്ടു എന്നും പോലീസിനോട് കുറ്റസമ്മതം നടത്തി. ഇത് കേട്ട പോലീസ് അത്ഭുതം തോന്നി. കാരണം ഒരു പെണ്ണ് മാത്രം പോയിട്ട് ഒരാളെ ഇങ്ങനെ കൊലപ്പെടുത്തണമെങ്കിൽ അവൻ എത്രമാത്രം അവളെ ദ്രോഹിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിച്ചിട്ട്. എന്നാലും മധു ചെയ്ത കൊലപാതകമായതിനാലും അവളെ വെറുതെ വിടാൻ സാധിക്കാത്തതിനാലും അവളെ കോടതിയിൽ ഹാജരാക്കി. IPC സെഷൻ 302 പ്രകാരം അവൾക്ക് ശിക്ഷ വിധിച്ചു. അതുകൂടാതെ അവളുടെ കൂടെ ഉണ്ടായിരുന്ന മധുവിൻ്റെ അമ്മാവൻ്റെ മകൾക്കും ശിക്ഷ വിധിച്ചു. വീഡിയോ ഇതുവരെയും കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.